ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സെപ്പോഴും കടൽ പോലെ ഓളങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്നവയാണ്. എപ്പോഴും എന്തെങ്കിലും വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയും തളച്ചു മറിയുകയും ചെയ്യുന്നവയാണ്. അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചാൽ ആ വെള്ളം എപ്രകാരം തിളച്ചു മറിയുമോ അപ്രകാരമാണ് ആഗ്രഹങ്ങളാകുന്ന ചൂടേൽക്കുമ്പോൾ മനസ്സും തിളച്ചു മറിയുന്നത്. അതിനാൽ ആഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹങ്ങളാകുന്ന അഗ്നിയെ വർദ്ധിപ്പിക്കുന്ന വിറക് അതിലേക്ക് ഇട്ട് കൊടുക്കാതിരുന്നാൽ അത് കത്തി തനിയേ ശാന്തമാകും, ജ്വലനം കുറഞ്ഞു വരും. അതാണ് ആ തിളച്ചു മറിയലിനെ ശാന്തമാക്കാനുള്ള പോംവഴി. അതേപോലെ നമ്മുടെ മനസ്സിനെയും നമ്മൾ അപ്രകാരം ചെയ്യണം. ആഗ്രഹം കൂടിയാൽ ക്രോധവും കൂടിയിടും, ക്രോധം വരുമ്പോൾ നശിക്കുന്നു നമ്മളും. ആഗ്രഹം കൂടിയാൽ ക്രോധവും കൂടിയിടും, കാമാൽ ക്രോധോപിജായതേ. ആഗ്രഹം കൊണ്ടാണ് ക്രോധമുണ്ടാകുന്നത്. ക്രോധമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ബുദ്ധിയെല്ലാം ഭ്രമിച്ചു പോകുന്നത്. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു വജായതേ, സംഗാൽ സംജായതേ കാമാൽ, കാമാൽ ക്രോധോപിജായതേ. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതിഭ്രംശ, സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ, ബുദ്ധിനാശാൽ പ്രണശ്യതി. ഒരു മനുഷ്യൻ എപ്രകാരത്തിലാണ് നശിച്ചു പോകുന്നത് എന്ന് വിവരിക്കുകയാണ്. ആഗ്രഹങ്ങളെ കൊണ്ടാണ് ക്രോധമുണ്ടാകുന്നത്. ക്രോധം വന്നാലോ ഈ ആഗ്രഹമുണ്ടാവാൻ കാരണമെന്താ? ധ്യായതോ വിഷയാൻ പുംസ, വിഷയവസ്തുക്കളെ തന്നെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അതിനോട് ആഗ്രഹം തോന്നുന്നു. ആ ആഗ്രഹിച്ചത് സാധിച്ചിട്ടില്ലെങ്കിൽ കാമാൽ ക്രോധോപിജായതേ, ക്രോധാൽ ഭവതി സമ്മോഹ. ക്രോധം വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റേതാ ശരിയേതാ, താൻ ചെയ്യേണ്ടത് എന്താണ്, താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന ആലോചന ഒന്നും തന്നെയില്ല. സമ്മോഹപരവശരാകുന്നു, മോഹപരവശരാകുന്നു, തെറ്റും ശരിയും തിരിച്ചറിയാതെയാകുന്നു. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതിഭ്രംശ. ആ മോഹം വന്നു കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിയൊക്കെ ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെടുന്നു. സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ. ആ ഓർമ്മശക്തിയൊക്കെ പോയി കഴിയുമ്പോൾ ബുദ്ധി നശിക്കുന്നു. ബുദ്ധിനാശാൽ പ്രണശ്യതി. ബുദ്ധി നശിച്ചാൽ നമ്മുടെ നാശം സുനിശ്ചിതമാണ്. അതാണ് ആഗ്രഹം കൂടിയാൽ ക്രോധവും കൂടിയിടും, ക്രോധം വരുമ്പോൾ നശിക്കുന്നു നമ്മളും. ക്രോധം വന്നാൽ അടുത്ത പടി എന്താ? നമ്മൾ നാശത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത്. നന്മയായുള്ളതാം ആഗ്രഹങ്ങളെ തന്നെ, നന്മയായുള്ളതാം ആഗ്രഹത്തെ തന്നെ മനസ്സേ തോന്നുവാൻ ശ്രദ്ധിച്ചിടേണം നാം. ഈ ക്രോധത്തിൽ നിന്നും മോചനം നേടാൻ എന്താണ് നാം ചെയ്യേണ്ടത്? നന്മയായുള്ളതാം ആഗ്രഹത്തെ തന്നെ മനസ്സേ തോന്നുവാൻ ശ്രദ്ധിച്ചിടേണം. നന്മയായുള്ളതാം ആഗ്രഹത്തെ തന്നെ, നന്മയായിട്ടുള്ള ആഗ്രഹം തന്നെ നമ്മുടെ മനസ്സിലെപ്പോഴും തോന്നാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. വേണ്ടാത്ത പല ചിന്തകളും വരും. ആ ചിന്തകളെയൊക്കെ നമ്മൾ ദൂരത്തകറ്റി നല്ല ചിന്തകളെ നിലനിർത്താൻ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം. അതാണ് നാം ചെയ്യേണ്ടത്. ആഗ്രഹം കൂടിയാൽ ക്രോധവും കൂടിയിടും, ക്രോധം വരുമ്പോൾ നശിക്കുന്നു നമ്മളും. ആഗ്രഹം കൂടിയാൽ ക്രോധമുണ്ടാകും. ക്രോധമുണ്ടായാൽ പിന്നെ അവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവർക്ക് തന്നെ അറിയില്ല. പിന്നെ നാശമായിരിക്കും ഫലം. അതുകൊണ്ട് നന്മയായുള്ളതാം ആഗ്രഹത്തെ തന്നെ
സ്വാർത്ഥപരമായ ആഗ്രഹം അല്ലാതെ മറ്റുള്ളവർക്കു കൂടി ഉപകാരപ്രദമായിട്ടുള്ള ആഗ്രഹം ആയിരിക്കണം നമ്മൾ മനസ്സിൽ വളർത്തിയെടുക്കാൻ. നന്മയായുള്ളതാം ആഗ്രഹത്തെ തന്നെ മാനസേ തോന്നുവാൻ ശ്രദ്ധിച്ചിടേണം നാം. നന്മയായ ആഗ്രഹത്തെ തന്നെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും തോന്നേണ്ടത്. അതിന് നാം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതാണ് ഒരു മനുഷ്യൻ്റെ ധർമ്മം. മനുഷ്യന് മാത്രമേ വേണ്ടതും വേണ്ടാത്തതും വേർതിരിച്ച് ഇവയൊക്കെ കാമക്രോധാദികളെയൊക്കെ ജയിച്ച് പരമമായ ആത്മപദത്തിലേക്ക് ഉയരാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. മനുഷ്യന് മാത്രമേ ഒരു ദേവനായി ജീവിച്ച് ഈശ്വരനായി തീരാൻ സാധിക്കൂ. മൃഗങ്ങളാണെങ്കിലോ ഒരു പശുവായി ജനിച്ചു, പശുവായി ജീവിച്ച് പശുവായി തന്നെ അത് മരിച്ചു പോകുന്നു. മനുഷ്യനാവട്ടെ മനുഷ്യനായി ജനിച്ച് ദേവനായി ജീവിച്ച് ആ മനുഷ്യൻ ദേവനാകത്തക്ക വിധത്തിലാണ് ജീവിക്കേണ്ടത്. ആഗ്രഹങ്ങളെ, നല്ല ആഗ്രഹങ്ങൾ വളർത്തുകയും അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ജീവിക്കുമ്പോഴാണ് ദേവനാകുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ. ദേവനായ ഒരാൾക്ക് മാത്രമേ ഈശ്വരനായി തീരാൻ കഴിയൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് ആദ്യം നാം ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടിയാണ് സേവനനിരതരാവാനും സേവന പ്രവൃത്തികൾ ചെയ്യാനും മറ്റുള്ളവരെ സേവിക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ. മാനവ സേവ, മാധവ സേവ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആഗ്രഹം കൂടിയാൽ ക്രോധവും കൂടിയിടും, ക്രോധം വരുമ്പോൾ നശിക്കുന്നു നമ്മളും. നന്മയായുള്ളതാം ആഗ്രഹത്തെ തന്നെ മാനസേ തോന്നുവാൻ ശ്രദ്ധിച്ചിടേണം നാം.